ഇത്രത്തോളം സംസാരിക്കാൻ എന്തിരിക്കുന്നു? ഇന്നത്തെ കാലമല്ല മന്ത്രി സാറേ, അവർക്ക് പലതും ചോദിച്ചു മനസ്സിലാക്കാനുണ്ടാവും. മന്ത്രിസഭാ യോഗം പോലും ഇത്രയും നീണ്ടുപോകാറില്ല. അവർ സംസാരിക്കട്ടെ. കല്യാണത്തിന് മുമ്പ് സംസാരിച്ചും പറഞ്ഞും ഒക്കെ കിട്ടിയില്ലെങ്കിലേ അവസാനം നമ്മുടെ ഗതിയാവും. അതെന്താ അങ്ങനെ? ഏയ് പൊതുവെ ഒരു പഴഞ്ചൊല്ല് അങ്ങ് പറഞ്ഞേ ഉള്ളൂ. ആ ദേ അവരെത്തിയല്ലോ. മഹി, എന്തായി? കാര്യങ്ങളൊക്കെ സംസാരിച്ചോ? ഇഷ്ടായല്ലോ നിനക്ക് ദക്ഷക്കുട്ടിയെ? അവൻ പണ്ടേ ഇങ്ങനെയാ. ഏത് കാര്യത്തിനും അമ്മയുടെ ഇഷ്ടമാണ് അവന്റെ ഇഷ്ടം. അവന് ദക്ഷ ഇഷ്ടപ്പെട്ടു എന്ന് അവന്റെ മുഖം കണ്ടാൽ അറിയില്ലേ? ദക്ഷമോളെ, നിനക്ക് മഹി ഇഷ്ടപ്പെട്ടോ? പിന്നെ വൈകുന്നേരത്തെ പെഗ്, അതിന് പിന്നെ കയ്യും കണക്കൊന്നുമില്ല. അത്യാവശ്യം എല്ലാ ചെളിയിലും ചേറിലും ഞാൻ ചവിട്ടും. അതൊരു ത്രില്ല. എന്നുവെച്ചാ പരസ്ത്രീ ബന്ധം. അമ്മയല്ല ആര് വിചാരിച്ചാലും എന്റെ ഈ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ കഴിയില്ല. പറമോളെ, നിന്റെ അഭിപ്രായം വേണം ഇനി കേൾക്കാൻ. അവൾ എന്തും തുറന്നു പറയുന്നവളാ. മോൾ എന്താന്ന് വെച്ചാ തുറന്നു പറഞ്ഞോളൂ. എനിക്ക് 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 മഹിയെ ഇഷ്ടപ്പെട്ടു. കല്യാണത്തിന് എനിക്ക് സമ്മതമാണ്. മഹിയുടെ തുറന്നു പറച്ചിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഈ കല്യാണത്തിന് പൂർണ്ണ സമ്മതമാണ്. അപ്പോ ദക്ഷയ്ക്കും മഹിക്കും പരസ്പരം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്കിനി കല്യാണ കാര്യങ്ങൾ എത്രയും വേഗം മുന്നോട്ട് കൊണ്ടുപോവാം, അല്ലേ? ഞങ്ങളുടെ മോൾക്ക് അത്ര പെട്ടെന്ന് ആരെയും അങ്ങനെ ബോധിക്കുന്നതല്ല. എന്തായാലും മഹിയെ ഇഷ്ടപ്പെട്ടല്ലോ, സന്തോഷം. അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. എന്താ മിസ്റ്റർ ജയരാമൻ? അപ്പൊ മുഹൂർത്തം നോക്കിയിട്ട് ഞങ്ങൾ അറിയിക്കാം. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് മീറ്റിങ്ങുകൾ ഉള്ളതാ. അമ്മയ്ക്ക് സന്തോഷായില്ലേ? സന്തോഷമായി. എനിക്ക് സന്തോഷമായി. ഈ മുഹൂർത്തം എടുക്കുമ്പോൾ ഞായറാഴ്ച നോക്കി എടുത്തോണേ. രമാദേവിയുടെ ചേട്ടന് ജോലി എന്തെങ്കിലും ഉണ്ടോ? ഓ, എനിക്ക് ജോലിയും കൂലിയും ഒന്നുമില്ല. എന്തായാലും ഞായറാഴ്ചയാണല്ലോ അതിന്റെ ഒരു ഇത്. ഓ ആയിക്കോട്ടെ.
പിന്നെ ഞങ്ങൾ ഇറങ്ങാം. എന്നാ നിങ്ങൾ ഇറങ്ങിക്കോ, ആന്റി വിളിക്കാം. അല്ല ആന്റി, അത് സെർവന്റ് തന്നെ ആണോ? എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ. പിന്നെ അല്ലാതെ ആരാ? ആ, മോള് സന്തോഷത്തോടെ പോയിട്ട് വാ. ചിന്നു, ഇത് നിന്റെ ഉത്തരവാദിത്തം ഇല്ലായ്മേ. പോകുന്നതിന് മുമ്പ് സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഉണ്ടോന്ന് നോക്കണമായിരുന്നു. വേഗം ഔട്ട് ഹൗസിലുണ്ടോന്ന് പോയി നോക്ക്. ചെല്ല്.